ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് സൂര്യനെല്ലി ടൗണിലാണ്. ഞങ്ങൾ ഇന്നത് കുളുക്കുമല കയറാൻ വേണ്ട. അപ്പോൾ മുകളിലെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഷൂട്ട് എടുക്കാൻ വന്നതാണ്. ഇനി കുളുക്കുമല പോകാനായിട്ടുള്ള ജീപ്പ് വരും. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ തിരക്കുറവായിരിക്കുമെന്നാണ് പൊതുവെ പറഞ്ഞേക്കണം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തിരക്കുറവാണെങ്കിൽ അടിപൊളിയായിരിക്കുള്ളൂ. മുകളിൽ ചെന്നിട്ട് ആൾക്കാരെ അടിപൊളിയാണ്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. എന്താണെന്ന് അറിയാൻ പാടില്ല, പോയി നോക്കണം. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ജീപ്പ് വരട്ടെ, ഞങ്ങളപ്പോഴേക്കും ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട്. നമ്മള് ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പേരെന്താ? മണി. മണി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഒപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ റൂമിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് തന്ന വണ്ടിയാണോ. നല്ല ഇരുട്ടാണ്. ഇനിയിപ്പോ ഇവിടെ എത്ര ദൂരമുണ്ട്? 14 കിലോമീറ്റർ. 14 കിലോമീറ്റർ നമുക്ക് ഓട്ടമുണ്ട് ഇവിടുന്ന്. ഇവിടെ ചെറിയൊരു ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കാണ്ട് കേട്ടോ. അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അവിടെ അത് തുറക്കണുള്ളൂ. തുറക്കാനായിട്ട് ടൈം എടുക്കും. 4:00 തുറക്കണേന് തുറന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഫോം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് ഫില്ലിപ്പിച്ചിട്ട് നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ പാസ്സൊക്കെ എടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ഇരുട്ടാണ്, ഒന്നും കാണിച്ചു തരാനില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഇറങ്ങുമ്പോൾ എന്തായാലും ശരിയിൽ വെട്ടം വിളിച്ചൊക്കെ ഉണ്ടാവില്ല. ബാക്കിൽ ഇഷ്ടംപോലെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ ട്രക്കിങ്ങിന് ശേഷം ഞങ്ങൾ ഇവിടെ എത്തിയൊക്കെയാണ്. നല്ല ഇരുട്ടാണ്ട, ഒന്നും കാണാൻ പറ്റില്ല. ഇത് ക്യാമറയിലൊന്നും കാണാൻ പറ്റണില്ല, പക്ഷേ നേരിട്ട് ചെറുതായിട്ട് കാണാം. ആമ്പാ, ഇതാണ് മുകളിലോട്ട് കയറി വരുമ്പോഴുള്ള വ്യൂ കേട്ടോ. നൈസ് കണ്ട. ആരവാ, അയ്യോ താഴ്ച നോക്കി. വെട്ടം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നല്ല ഭംഗിയാണ്. അത് ഇച്ചിരി കൂടി വെട്ടം വെച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് സൂര്യൻ ഉദിക്കണ പോയിൻ്റ്. ഇത് വന്ന് അങ്ങനെ മറ്റേ മഞ്ഞ് വന്നു പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. ആ ഒരു മലയുടെ ഡിസൈൻ നോക്കി. ഞങ്ങൾ മുകളിലൊന്ന് വെയിറ്റ് ചെയ്യുന്നു. സൂര്യൻ ഉദിച്ചിട്ടില്ല. സൂര്യൻ ഉദിക്കാൻ ടൈം എടുക്കും. സൂര്യൻ ഉദിച്ചിട്ടാണ് താഴെ പാറ കാണാൻ പോകാനായിട്ട്. തരത്തിട്ടയ്യ. അയാൾ സൂര്യൻ ഉദിച്ച അവിടം വരെ വന്നിട്ടാ. നല്ല ഭംഗിയായിരുന്നു, നല്ല തണുപ്പും. ഇനി കുറച്ച് ചൂടൊക്കെ വരും. പിന്നെ നമുക്ക് മറ്റേ പാറ കാണാൻ പോകട്ടെ. ഇവിടെ നിന്ന് കുത്തനുള്ള ഇറക്കണം എന്നാ പറഞ്ഞത്. ഇറങ്ങട്ടെ, വീഡിയോ എടുത്തുകൊണ്ട് ഇറങ്ങിയ ടാസ്ക്കാണ്. ഇറങ്ങട്ടെ. ഈ കാണാണ് പുലിപ്പാറാണ്. ഇതെങ്ങനെ ഇരിക്കണമെന്ന്? ആമ്മട പോലെ. ആമ്മട ഷേപ്പില്ല, അതില്ല. എൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാണ്ട് ഭയങ്കര തിരക്കാം. അവരുടെ തിരക്കായിട്ട് ഞങ്ങൾക്ക് 2 ഫോട്ടോ എടുക്കാനുള്ള അമ്മ അതിൻ്റെ ഫോട്ടോ എടുക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ്. കുറേ നേരം ഫോട്ടോ എടുക്കാൻ നിൽക്കണം. ഫോട്ടോ എടുക്കാൻ പറ്റണ്ട ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ജസ്റ്റ് ഫോട്ടോ ഇട്ടാൽ 2-3 ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നൈസായിട്ട് ഇവിടെ നിന്ന് പോകട്ടാ. നല്ല തണുപ്പുണ്ട്. ഇവിടെ ഇറങ്ങി വരാൻ ഭയങ്കര പാടാണ്. ഒപ്പം ഇറങ്ങി വന്നേക്കണേ. അപ്പം അതിനെ നോക്കി കയറ്റണം. Love you too. Bro, wait bro. Hey, pant. മോളോട്ടോ പോയി. സൂര്യോദയം കണ്ടല്ലോ. അടിപൊളി സൂര്യോദയം. ഇന്ന് നമുക്കുള്ള പരിപാടി മോളോട്ട് കയറും. ഇഷ്ടം പോലെ അട്ടേണ്ട അതെ. ഒരു തന്നെ കാലം അട്ട കയറിയിട്ട് വിടർന്നില്ല. ഉണ്ടായിരുന്നാ? ഞാൻ അവിടെ ചെന്നിട്ട് കഴിച്ചോക്കെ. ഈശ്വര, ഇതാണ് ഞങ്ങൾ വന്ന വഴി കേട്ടാ. ഇവിടെ നിന്നാണ് സൂര്യോദയം കണ്ടത്. ഈ വഴി നമുക്ക് പോകാം. ഇനി അച്ഛനമ്മയൊക്കെ താഴത്ത് വണ്ടിയിടരുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നേരെ വണ്ടിയിടരോട്ട് പോവാ. താഴത്ത് ആ ഒരു ചായ കുടിക്കണം. ശരിക്കും ഇവിടെ ചായക്കടനായിരുന്നെങ്കിൽ ഒന്ന് കൊതിച്ചു പോയി. ചായക്കടനായിരുന്നെങ്കിൽ
നല്ല സ്ഥലം ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ തണുപ്പത്തൊന്ന് ചായ കുടിച്ചാൽ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ ഒരു ഫ്ലാസ്കിൽ ചായക്കായിട്ട് വരാൻ നോക്കട്ടെ, നല്ല രസമായിരിക്കുള്ളൂ. ഞാൻ സംഭവം അല്ലാണ്ട് മിസ് ചെയ്ത് ഒരു ഗ്ലാസ് ചായ ഇവിടെ നമ്മൾ കുടിക്കും വേണ്ടല്ല, ആ ഒരു സാധനം ഉണ്ടല്ല അടിപൊളിയായിരിക്കുള്ളൂ. ഓക്കെ, ഇങ്ങോട്ടേക്ക് കയറി വന്ന വഴിയാണ്ട് താഴത്തോട്ട് നോക്കി, ഇതിനേക്കാൾ അടിപൊളി അപ്പുറത്താണ് തേയിലത്തോട്ടം. താണം മോനെ ഇവിടുന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ വ്യൂ താണം നോക്കി തേയിലത്തോട്ടാണ് താഴത്തോട്ടുള്ളൂ. ഇഷ്ടംപോലെ മലകള്, അവിടെ മഞ്ഞ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെയൊക്കെ നിന്ന് പാറമൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് ചേച്ചിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നട്ടാ. ഇവിടുന്ന് സൂര്യൻ്റെ വന്നിട്ട് ആ ഒരു വെളിച്ചം വന്ന് നോക്കി ഈ ഒരു സൈഡ് മാത്രമായിട്ട് നല്ല ഭംഗിയില്ലേ. നമ്മുടെ സ്കിൻ ടോണിനൊക്കെ നല്ല രസമായിട്ട് തന്നെ കേട്ടോ ഈ ക്യാമറയിൽ, അടിപൊളി. പിന്നെ എന്തായാലും നേരെ വണ്ടി വരും കേട്ടോ. ഇവിടെ ഭയങ്കര മഴയായിരുന്നു, അതിൻ്റെ ഈ വെള്ളമൊഴിയ പാടാണ് കാണുന്നത് കേട്ടോ. ശരിക്കും 15 ദിവസം ഇത് അടച്ചിട്ടതിൻ്റെ പേരിലാണ് ഇന്ന് ഇത്രയും തിരക്കില്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റിയത്. അത് എന്തോ വലിയ ഭാഗ്യം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ കയറാൻ പറ്റില്ലെന്നാണ് പറയണത്. ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കൊള്ളുന്നു. ഇപ്പോൾ നമ്മൾ മറ്റേ പുലിപ്പാറ അവിടെ പോയില്ലേ, പുലിയുടെ ഷേപ്പുള്ള പാറ, അവിടെ ഇപ്പോഴെ തന്നെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റണില്ല അത്ര ആൾക്കാർ. അപ്പോൾ തിരക്കും കൂടി ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകാനായിട്ട് പറ്റില്ല. എന്നാലും ഇതുപോലത്തെ സ്പോട്ടൊക്കെ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. കുറേ നാളത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഈ ഒരു സ്ഥലത്ത് വരണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും നടന്നു. കൊളുക്കുമല അടിപൊളി, ട്രെക്കിങ് ആണെങ്കിൽ നൈസാണ്. ഒന്ന് വണ്ടി കിടക്കണം നോക്കി, എന്തോരം വണ്ടി. ഇപ്പോൾ റോഡ് നല്ല റോഡാണ്, ഇപ്പോൾ നന്നായിട്ട് കിടക്കുന്നത്. ഇപ്പൊ നല്ല റോഡാണ്. ഇപ്പൊ മുമ്പത്തെ മുമ്പത്തെ റോഡ് സ്റ്റെപ്പായിരിക്കും, ഇടിച്ചേ കയറുള്ളൂ വണ്ടി. നിങ്ങൾ ഒച്ചയിടുന്ന കണ്ടിട്ടാ പതുക്കെ വന്നത്. രാവിലെ 6 മണിക്കൂറിന് മുമ്പ് വണ്ടി കൊടുത്തു. 1 മണിക്കൂറിൽ വരുന്ന വണ്ടി അരമണിക്കൂർ കൊണ്ട് എത്തും. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങാൻ വേണ്ട, ഇനി നിങ്ങൾക്ക് വഴികളൊക്കെ കാണിച്ചു തരാൻ വന്നത്. ഞങ്ങൾ സ്പീഡ് വന്നില്ലെങ്കിലും മരം വയ്ക്കുമോ, മുമ്പും പുറയിലും വണ്ടിയായിരിക്കും. ഈ വണ്ടികൾ ഇത് വന്ന് എക്കനാമി ആയതുകൊണ്ട് നിന്ന് കയറും. ടർബോ വന്നിട്ട് ആ വരുന്ന സ്പീഡിൽ അവന്മാർ കയറി വന്നില്ലെങ്കിൽ ക്ലച്ച് ക്ലച്ച് താങ്ങിയില്ല വരില്ല. എല്ലാം ഫോർവീലും വണ്ടിയല്ല, അതുകൊണ്ട് നല്ല സ്പീഡാക്കി വെച്ചിരിക്കും വണ്ടി. അവിടെ കൗണ്ടർ സ്റ്റാർട്ടായി വണ്ടി എടുത്തെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് വണ്ടി വിടും. അങ്ങനെ 1 മണിക്കൂർ സമയം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നേക്കുന്നത്. അപ്പം നല്ലൊരു ടയറിന് അച്ഛനമ്മയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവർ വഴി മര്യാദക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 16ാമത്തെ ദിവസമാണ് ഇന്ന് ഈ 16ാമത് എന്നാ തുറന്നേക്കുന്നത്. 16 ദിവസത്തി വൈകുന്നേരം വരെ ഉണ്ടല്ലേ? വൈകുന്നേരം 5 മണി വരെ. വൈകുന്നേരം 5 മണി വരെ. 5 മണി വരെ ഉണ്ടല്ലേ? രാവിലെ വരുന്നത് കാണാൻ വരുന്നത് രാവിലെ രസം. ഞാനും ആ സൂര്യോദയം അങ്ങനെ കണ്ട് നല്ല ഫോട്ടോസൊക്കെ, ഈ നേരത്തെ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല ഭംഗിയുണ്ട്. നാളെ ഇന്നലെ അലോട്ട് വന്നോളൂ തന്നെ നാളത്തെ ബുക്കിംഗ് ആയി. അഡ്വാൻസ് ഷിഫ്റ്റ് വരും. മലപ്പുറം കാരെ അഡ്വാൻസ് വന്നു പോകുന്ന ഒരു നമ്പർ എടുത്തോണ്ട് പോകും. ഇടിഞ്ഞേക്കണോ നോക്കി ഞങ്ങൾ സംശയിക്കണ വേറൊന്നല്ലേ, ഈ അറ്റത്തൊക്കെ ഇവര് വന്നത് എങ്ങനെ നിന്നിരുന്നു? സുഖമായിട്ട് എടുക്കും. ചരിഞ്ഞ് അത് എടുക്കുന്ന സ്ഥലമല്ലേ അല്ല, 3 കണക്ക് 3 ലെവലിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇവിടെ നമുക്ക് നിർത്താവുന്ന പെർമിഷനല്ലേ? നിർത്താൻ പറ്റും. ഫോട്ടോ എടുക്കണോ? വേണ്ടേ? താഴെ എത്തിയാൽ മതി. ഓ ഫ്രണ്ടിൽ നിന്ന് മണി കണ്ടത്. ഇവിടെ ജീപ്പല്ലാതെ വേറെ വണ്ടി കയറോ? ഇത് തന്നെ അടി ഇടിച്ച് പോവുക. എല്ലാ വണ്ടി കേടായി വഴി കിടക്കും. 230 വണ്ടിയിലെ വരുന്ന സമയത്ത് ബ്ലോക്ക് തന്നെ 1/2 മണിക്കൂർ വഴി കാണും. വണ്ടി കംപ്ലൈന്റ് ഒന്ന് പട്ടിക ശരിയാക്കി ഓഫീസ് സൈഡിൽ ഒഴിച്ച് വെച്ചിട്ട് അടുത്ത വണ്ടി ആ ഗസ്റ്റിന് മാത്രം കയറ്റിക്കൊണ്ടാൽ ഇവിടുത്തെ വണ്ടി മാത്രമേ ഓടാൻ പറ്റുള്ളൂ. ഇവിടെ പുറത്തുനിന്ന് വണ്ടി കൊണ്ടുവന്ന വണ്ടി കയറ്റില്ല. ഈ കണ്ണാടി ഒട്ടിച്ച് നാളെ സ്റ്റിക്കർ വേണം.
ഓ ഇതല്ലേ എല്ലാ വണ്ടിക്കും കൊല്ലത്തിന് ഒരു ട്രിപ്പ്. ഇത് 3 മാസത്തിനുള്ള 6-ാം മാസം തീരുക. ഇതാ ഇത് 6-ാം മാസം ഈ മാസം അല്ലേ? ഈ മാസം തീർന്നു കഴിഞ്ഞാൽ അടുത്ത മാസം അതിന് മുമ്പ് വണ്ടി അകത്ത് കയറ്റി കൊടുക്കുന്ന പണിയെല്ലാം കഴിഞ്ഞ് ഓടിയത് അവിടെ കൊണ്ട് പണിതെല്ലാം തിരിച്ചു. അതായത് ഇവിടെ ഓടുന്ന ജീപ്പുകൾക്ക് 3 മാസത്തിൽ ഒരിക്കലും ടെസ്റ്റ് നടത്തണം. നമുക്ക് പ്രൈവറ്റ് വണ്ടിയൊക്കെ 10-15 വർഷം 5 വർഷം അങ്ങനെയാക്കും. ടാക്സിക്കൊക്കെ ഉണ്ടെങ്കിൽ 1 കൊല്ലം, ഇപ്പം 2 കൊല്ലമൊക്കെ ചെയ്താൽ മതി പുതിയ വണ്ടികളൊക്കെ. പക്ഷെ ഇവിടെ ഓടുന്ന ഈ ജീപ്പിനൊക്കെ 3 മാസം കൂടുമ്പോൾ ടെസ്റ്റ് നടത്തണം. അതാണ് ഇപ്പോൾ പുള്ളി പറഞ്ഞത്. നെടുങ്കണ്ടത്ത് കൊണ്ടുപോയിട്ട് RTO അടിച്ച് കിന്നിച്ചൊക്കെ ഓടിക്കുമെന്ന്. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അപ്പം നിൽക്കണം വണ്ടി. അതായിരിക്കണം വണ്ടി ഫിറ്റ്നസ്. അല്ലെങ്കിൽ ഇവിടെ ഓടിക്കാൻ സമ്മതിക്കൂല. അതിന് ഈ സ്റ്റിക്കറും ഉണ്ടാവണം. ഈ സ്റ്റിക്കർ കിട്ടും, എന്നാലും ഇവിടെ ഓടിക്കാൻ പറ്റുള്ളൂ. പോസ്റ്റ് പോയിന്റ് കയറി നമ്മ കണ്ടതിന് ശേഷം 5 മിനിറ്റ് താഴത്തുള്ളൂ കാണാൻ. അപ്പൊ അതിന്റെ ഹൈറ്റ് ഒന്നാലും വെച്ച് നോക്കിയേ, 4 മിനിറ്റ് വെച്ച് ഉറപ്പായിട്ടാവും. അപ്പൊ എന്തോരം ഹൈറ്റ് ആണ് നോക്കിയത്. അതാണ് പോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ മലയേട്ടാ. ഇനി ഒരിക്കലും വരികയാണെങ്കിൽ അവിടെ എന്തായാലും കയറണം. അവിടെ എങ്ങനെയാണ് ഒരാൾക്ക് 700 രൂപ. വണ്ടിക്ക് വെയിറ്റിംഗ് ചാർജ് ഉണ്ടോ? 1500 വെയിറ്റിംഗ് ചാർജ് ഉണ്ടാവും. 100 കൊണ്ട് വന്നാൽ ഒരു 7 വണ്ടി 8 വണ്ടി 10 വണ്ടി ഒരു പൈസ മുടക്കി എല്ലാവരും പോകില്ല. ശരിയാണ്. ഇപ്പൊ ഇതിപ്പൊക്കെ ഗവൺമെന്റിന്റെ അണ്ടറിലല്ലേ? റൂട്ട് മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ കണ്ടീഷൻ മാത്രം ഗവൺമെന്റ് TTPCയുടെ കയ്യിരിക്കും. പിന്നെ ഇമാർ കമ്പനി നേരിട്ട് പൈസ പഠിക്കാൻ പറ്റില്ല. ആൾക്കാരുടെ പൈസ പഠിക്കാൻ റൂൾ. ഇവിടെ ഇങ്ങനെ ട്രെക്കിങ് പോണ ഇടക്കല്ല മൃഗങ്ങളെ കാണാറുണ്ട്. ഫസ്റ്റ് വണ്ടിയായിട്ട് പോകുമ്പോൾ മാന് ഫസ്റ്റ് വണ്ടിക്ക് റെട്ടലോട്ട് വന്നാൽ ഇടുക്കി റെട്ടലോട്ടാണെങ്കിൽ അപ്പം ബ്ലോക്ക് ചെയ്യല്ലേ? പിന്നെ അവിടെ കാറ്റ് സഹിക്കാൻ പറ്റാത്ത കാറ്റല്ലേ? ഇതുവരെ ഒരു അപകടം ഇവിടെ നടന്നിട്ടില്ല. അങ്ങനെ ഏറെ നേരത്തെ ഓഫ് റോഡിന് ശേഷം ഒരു നല്ല റോഡ് വന്നിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് വലിയ കുഴപ്പമില്ലാത്തായിരിക്കും. ഇവരുടെ ടൈം മല മൊത്തം ഹാരിസൺസിൻ്റെ. ഇപ്പോൾ നമ്മൾ താഴത്തെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ സിപ്പ് ലൈൻ എടുക്കാനായിട്ടാണ്. സിപ്പ് ലൈൻ എടുക്കാനായിട്ടുള്ള ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ 600 മീറ്റർ അല്ലേ? 600 മീറ്ററാണ് അടുത്ത സിപ്പ് ലൈൻ്റെ ലെങ്ത് ആട്ടാ. അടിപൊളി. അപ്പോൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പറക്കാൻ പോയാണ്. അമ്മ എടുപ്പുണ്ട്, ചേച്ചിയും വെച്ച് അവിടെ പോകണ്ട. ഇനി ഞാൻ ഫസ്റ്റ് പോകാൻ പോണത്. ഓക്കെ 2 1 താങ്ക് യു. നമ്മളങ്ങനെ പറഞ്ഞോണ്ടിരിക്കാറ്. അടിപൊളി.
ഇപ്പം ഞാൻ ആ സിപ്ലൈൻ കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ പിന്നെ ആ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ, അതായത് ലോങ് സിപ്പ് ലൈൻ 600 മീറ്റർ, എല്ലായിടത്തും 300-400 മീറ്റർ ഒക്കെ എന്നാ പറഞ്ഞത്. ഇവിടെ മാത്രമാണ് 600 മീറ്റർ ഉള്ള സിപ്പ് ലൈൻ ഉള്ളത്. കിട്ടും എക്സ്പീരിയൻസ്. ഓ കയ്യൊക്കെ വിരിച്ചൊക്കെയാണല്ലോ തന്നെ. ഇങ്ങോട്ടോ കയ്യൊക്കെ വിരിച്ചൊക്കെ ഉണ്ടായല്ലോ. അടിപൊളിയായിരുന്നാ? ഞാൻ വിചാരിച്ചാൽ പേടിച്ച് കരയൊന്നാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ വാവേ? ഞാൻ ഇയാള് പേടിച്ച് കരയാന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ നോക്കുന്നത് കയ്യൊക്കെ വിരിച്ചൊക്കെ നിൽക്കണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മീനിന്റെ അതായത് മറ്റേ ഫിഷ് പാക്ക് കയറിയപ്പോ മീൻ കാലുമ കൊത്തിയിട്ട് ഒച്ചപ്പാടെടുത്ത് ഇറങ്ങി പോകുന്ന ആളാണ്. അപ്പോഴേ ഒച്ചപ്പാടെടുത്ത് പോകുന്ന ആളാണ്. ഞാൻ വിചാരിച്ച് ഇയാള് പാതി എത്തുമ്പോഴേക്കും കരഞ്ഞ് മെനകേടാക്കും വന്ന്. പക്ഷെ എന്നെക്കാൾ അടിപൊളിയായിട്ട് വാവൻ ചെയ്തില്ലേ. ഞാൻ നോർത്ത് കയ്യൊക്കെ ഇങ്ങനെ വിരിച്ചു പിടിച്ചൊക്കെ പനി. അമ്മ കയ്യൊക്കെ വിരിച്ചാൽ അടിപൊളിയായിട്ടാണ് വന്നത്. ആക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാന് എന്റെ വിചാരം ഇന്നലെ ഫിഷ് പാക്ക് കയറ്റിയിട്ടേ വെള്ളത്തിൽ കാല് വെച്ചപ്പോ തന്നെ ആള് കാല് പോയി കളഞ്ഞ്. അപ്പൊ എന്റെ വിചാരം കരഞ്ഞ് മെഴിയായിരിക്കും മഞ്ഞ എന്നാണ്. ഞാൻ നോക്കാൻ നേരത്ത് ഞാൻ പോലും അത്ര ആസ്വദിച്ചിട്ടില്ല. അത്ര അടിപൊളിയായിട്ട് വന്നേക്കണ്. അപ്പൊ നമ്മളങ്ങനെ ഓട്ടോ കഴിഞ്ഞ് ഒരു ചായ പിടിക്കാൻ വേണ്ടി ചായ പിടിച്ചിട്ടാണ് റൂമിൽ കയറാൻ. ചായ പിടിക്കാം. നമുക്ക് വന്നേക്കണ പൂരിയാട്ടോ. പൂരി ഉരുളക്കിഴങ്ങ് കഴിക്കാതെ ഇച്ചിരെടുത്ത് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ചോദിച്ചാ ടേസ്റ്റ്. നല്ല കഴിച്ചിട്ടോ കേട്ടോ. ഞങ്ങൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ട. ഇതാണ് ഞങ്ങൾ നിന്ന് റൂം. ശ്രീലക്ഷ്മി ആളുടെ അവിടുത്തെ നമ്പറുണ്ട്. ഇതിനകത്ത് വിളിച്ചെന്നാൽ ഇവിടെ ബുക്ക് ചെയ്യാം. പിന്നെ അവിടുത്തെ റൂമെന്ന് പറഞ്ഞാൽ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. 2 കട്ടിൽ നല്ല കട്ടിയുള്ള ഉറപ്പാണ്ട്. ഇവിടെ ഒന്നും തണുപ്പൊന്നും അറിയില്ല. അടിപൊളിയാണ്. പിന്നെ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഇത് പിന്നെ 2 ആയിട്ടാണ്. ഇത് ബാത്റൂം, ഇത് ടോയ്ലറ്റ്, അങ്ങനെയാണ് തന്നേക്കണത്. കഴിയുമ്പോൾ നമുക്ക് മെയിനായിട്ട് 3-4 പേര് ഒരുമിച്ച് ഇപ്പോൾ ഒരാൾക്ക് പല്ലിയാക്കാം, ഒരാൾക്ക് ടോയ്ലറ്റിൽ ഇപ്പോൾ ഒരാൾക്ക് കുളിക്കാം. അങ്ങനെ ഒരുമിച്ച് പരിപാടി നടക്കും. അത് നല്ലൊരു ചോയ്സാണെന്ന് ഞാൻ പറയുള്ളൂ. ഇതൊക്കെ കൂടെ ഒരുമിച്ച് ഓരോ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ. ഇതാകുമ്പോൾ പടപടാന്ന് പറഞ്ഞ പരിപാടി വരും. റൂമിൽ നിന്ന് ഇറങ്ങിയാണ് വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി വണ്ടി എടുത്തിട്ട് നേരെ മൂന്നാർ പോയിട്ട് അവിടെ ലക്ഷ്മി എസ്റ്റേറ്റ്, ആനക്കുളത്ത് നേരെ നമ്മളെ മാമലക്കണ്ടം. ഇതാണ് പ്ലാൻ ചെയ്തേക്കണത്. ആ പ്ലാനിങ്ങും കൂടെ ഞങ്ങളോട് മുമ്പോട്ട് പോകാൻ പോവുകയാണ്. നമുക്ക് പോവാം.